മാലദ്വീപിലെ ഇന്ത്യൻ പ്രവാസികൾ ഇപ്പോൾ ഗുരുതര പ്രതിസന്ധിയിലാണ്. ഇവിടുത്തെ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ ആഭ്യന്തര ജീവിതം ഉറപ്പാക്കുന്നത് അവരുടെ മാസവേതനം നാട്ടിലെ കുടുംബങ്ങളിലേക്ക് അയക്കുന്ന റെമിറ്റൻസുകളിലൂടെയാണ്. എന്നാൽ മാസങ്ങളായി രാജ്യത്ത് നിലനിന്നിരുന്ന റെമിറ്റൻസ് നിയന്ത്രണങ്ങൾ ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. മാസം വെറും 13,000 ഇന്ത്യൻ രൂപ മാത്രമേ നാട്ടിലേക്ക് അയക്കാനാകൂ എന്ന ഗുരുതര പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് SBI മാലദ്വീപ്സിൽ നിന്നും ഔദ്യോഗികമായി ഇതിൻ്റെ അറിയിപ്പ് വന്നത്. മാലദ്വീപിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് അവർ അധ്വാനിക്കുന്ന പണം നിയമപരമായി നാട്ടിലേക്ക് അയക്കുവാൻ കഴിയുന്ന ഏക മാർഗം SBI മാലദ്വീപ്സ് മാത്രമാണ്. രാജ്യത്ത് അടുത്ത കാലത്തായി രൂപപ്പെട്ട വിദേശ കറൻസി ക്ഷാമവും ബാങ്കിംഗ് മേഖലകളിൽ രൂക്ഷമായ ഡോളർ ഷോർട്ടേജുമാണ് ഇതിനു കാരണമായി മാലദ്വീപ് അവകാശപ്പെടുന്നത്. കാരണങ്ങൾ എന്തുതന്നെയായാലും ഇവിടെ ജോലി ചെയ്യുന്ന വളരെ ചെറിയ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൻ്റെ റെമിറ്റൻസ് പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ ഇവിടുത്തെ ഭരണകൂടത്തിന്. ആശങ്കയുടെ തീരങ്ങളിലാണ് മാലദ്വീപിലെ ഇന്ത്യൻ പ്രവാസികളും അവരുടെ കുടുംബങ്ങളും. ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം നാട്ടിലേക്ക് എത്തിക്കുവാനാകാത്ത ദുരവസ്ഥ. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ഇത് വാർത്തയായിരുന്നു. ഇന്ത്യൻ ഭരണകൂടം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്ന് മാലദ്വീപിലെ പ്രവാസി സമൂഹം പ്രതീക്ഷിക്കുകയാണ്.